ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മി അന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയും നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു കുഞ്ഞു ടിപ്പാണ്. നമ്മുടെ വീട്ടിലുള്ള സിങ്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ എങ്ങനെ വൃത്തിയാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സിങ്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടുള്ള 2-3 ടിപ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വളരെ ഈസി ആയിട്ട് നമ്മുടെ സിങ്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ സിങ്ക് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലൊന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമാണ് ഈ സോക്സ്. ചിലപ്പോൾ ഇതിൻ്റെ പേരൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ ഈ സോക്സ് ഒക്കെ വെറുതെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സോക്സ് എടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സോപ്പിൻ്റെ കഷ്ണമാണ്. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ആകുമ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് വരുന്നുണ്ടാവില്ലേ, അപ്പോൾ അതുപോലത്തെ ഒരു സോപ്പാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഫുള്ള് നമുക്ക് വേണ്ട, ഇതിൻ്റെ ഒരു പകുതി ഞാനിവിടെ ഒടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇത് ഈ സോക്സിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ആ സോക്സ് ഒന്ന് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു സോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് സിങ്ക് ക്ലീൻ ചെയ്യാം. നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം സോപ്പ് ബാക്കി ഉണ്ടാവില്ല, ഇതുപോലെ നേർത്ത് പോയ സോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അലക്കാനൊക്കെ ഉപയോഗിക്കുന്ന സോപ്പൊക്കെ ലാസ്റ്റ് ആകുമ്പോൾ വളരെ ചെറിയ പീസായിട്ടുണ്ടാവില്ലേ, അങ്ങനത്തെ സോപ്പൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുക്കളയിൽ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോപ്പുകളൊക്കെ ലാസ്റ്റ് ആവില്ലേ, ആ സോപ്പ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു സോക്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സിങ്കൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സ്ക്രബ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു സോക്സിനകത്ത് സോപ്പിട്ട് ചെയ്യുകയാണ്. അപ്പോൾ നന്നായിട്ട് പതയൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് തന്നെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ പൈപ്പൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. നമ്മുടെ പിന്നെ ഞാൻ ഈ ഒരു അരിപ്പ ഉണ്ടല്ലോ, ഇതിനകത്ത് സിങ്കിനകത്തുള്ള ഈ ഒരു അരിപ്പയെ ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രബ്ബറിന് പകരമായിട്ടാണ് ഞാൻ ഇവിടെ ഈ സോപ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഒരു സോപ്പും അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സിങ്ക് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് സിങ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിങ്ക് പോറലൊക്കെ ഏൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് ഈ സോക്സ് ഉപയോഗിച്ചിട്ട് സിങ്ക് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിങ്ക് ഒരിക്കലും സ്ക്രാച്ച് വീഴില്ല. മാത്രമല്ല നമ്മുടെ സിങ്കിലെ അഴുക്കുകളൊക്കെ പോവുകയും ചെയ്യും. ഒരുപാട് കറകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ എല്ലാ ദിവസവും സിങ്ക് കഴുകുന്ന ഒരു സമയത്താണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മുടെ സിങ്കൊക്കെ നല്ലപോലെ ക്ലീനായി കിട്ടും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.